ഇന്ന് ക്രിക്കറ്റ് ലോകത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ സഞ്ജുവിൻ്റെ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് സഞ്ജു സാംസൺ ടു CSK എന്ന് പറയുന്നൊരു കാര്യം വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം, ഈ ഒരു സീസണൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ അടുത്ത കാലത്ത് മാസങ്ങൾക്ക് മുമ്പ് സഞ്ജു സാംസൺ തന്നെ രാജസ്ഥാൻ റോയൽസിനെ അറിയിച്ചിട്ടുള്ളൊരു കാര്യമാണ് തനിക്ക് ഫ്രാഞ്ചൈസി വിടാൻ താല്പര്യമുണ്ട് എന്നുള്ള തരത്തിൽ. ആ ഒരു സമയം മുതൽ തന്നെ വളരെ ആക്റ്റീവായിട്ട് ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുള്ളൊരു പേരാണ് സഞ്ജു സാംസൺ ടു CSK എന്നുള്ളത്. എന്നാൽ പിന്നീട് ആ ഒരു ചർച്ചകൾക്കൊക്കെ വലിയൊരു കാമ്പില്ല എന്നുള്ള തരത്തിലേക്കൊക്കെ പോയി, അത് മങ്ങി വന്നു. പിന്നെ പല ഫ്രാഞ്ചൈസികളുടെയും പേരുകൾ ഉയർന്നു കേട്ടു. ആദ്യം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ പേര് വന്നിരുന്നൊരു പേരാണ്. അതിനുശേഷം ഇപ്പം ഏറ്റവും ഒടുവിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പേര് വളരെ ശക്തമായിട്ട് വന്നിരുന്നു. ആദ്യം KL രാഹുലുമായിട്ടുള്ള ഒരു സ്വാപ്പ് എന്ന പരിപാടിയിലൊക്കെ ഒരുപക്ഷെ ട്രേഡ് നടന്നേക്കുമെന്നുള്ള വാർത്തകളൊക്കെ വന്നതാണ്. സഞ്ജുവിന് ഡൽഹിയിലുള്ള കണക്ഷൻ അറിയാമല്ലോ, അദ്ദേഹം തൻ്റെ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയിട്ടുള്ളൊരു നഗരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൽഹി ക്യാപിറ്റൽസ് ഒരു പക്ഷേ ഒരു പേരായി മാറിയേക്കാമെന്ന് വന്നു. അതിലിപ്പോൾ ആദ്യം ക്രിസ്റ്റ്യൻ സ്റ്റബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ താരം, അതും DC താരമാണ്. ആ ഒരു സ്വാപ്പ് ഒരു പക്ഷേ നടന്നേക്കുമെന്നൊക്കെ പറയുന്നൊരു രീതിയിലേക്ക് വന്നു. എന്നാൽ പിന്നീടാണ് ഇപ്പം സമീർ റിസ്വി എന്ന് പറഞ്ഞിട്ടുള്ള താരത്തെ കൂടി വേണമെന്നുള്ളൊരു ആവശ്യം രാജസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. പിന്നീട് ആ ഒരു ഡീല് നടക്കാത്തയൊക്കെ തോതിലേക്ക് പോകുന്നത്. പിന്നീട് രാജസ്ഥാൻ റോയൽസ് പല ഫ്രാഞ്ചൈസികളുമായിട്ടും ചർച്ചകൾ നടത്തി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാൻ തീരുമാനിച്ചൊരു നിലയ്ക്ക് പിന്നെ താരം ഈ ഒരു ടീമിൽ നിൽക്കുന്നതിൽ വലിയ അർത്ഥമില്ല. അത് മൊത്തത്തിൽ പല കാര്യങ്ങളിലൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ ഇങ്ങനത്തെ ഒരു അവസരം, അതായത് ഈ ഒരു താരം ഇങ്ങനത്തെ ഒരു വാല്യൂ ഉള്ള ഇത്രയും മികച്ചൊരു താരം പോകുമ്പോഴത്തേക്കും അത് അവർക്ക് എഫക്റ്റീവായിട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ രാജസ്ഥാൻ റോയൽസ് പല ഫ്രാഞ്ചൈസികളുമായിട്ടൊക്കെയുള്ള ടോക്സും പരിപാടികളിലൊക്കെ നടത്തി. എന്താണെങ്കിലും വീണ്ടും CSK എന്ന് പറയുന്ന പേര് തന്നെയാണ് വളരെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. CSKയോട് ആദ്യം രാജസ്ഥാൻ റോയൽസ് ബ്രെവിസിനെയും അതുപോലെ ദൂബെയാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് റെഡി ആയിരുന്നില്ല. എന്നാൽ പിന്നീട് കാര്യങ്ങൾ കുറച്ചും കൂടി രണ്ടു കൂട്ടർക്കും ഗുണമാകുന്ന രീതിയിലേക്കുള്ളൊരു ഡീലിലേക്കൊക്കെ എത്തുന്ന വന്നു. അതായത് ദൂബയ്ക്ക് പകരം ജഡേജയെ നൽകണമെന്നും അതുപോലെ തന്നെ സാം കർൺ ഓർ പതിരാന, ഇതിൽ ഏതെങ്കിലും ഒരു താരത്തെ കിട്ടണമെന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പം പതിരാനേനെ കൊടുക്കാനായിട്ട് CSK റെഡി ആയിരുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സാം കറൺ ആൻഡ് രവീന്ദ്ര ജഡേജ എന്ന് പറയുന്നൊരു പേരിലേക്ക് എത്തി നിൽക്കുന്നു. ഇപ്പം പല റിലയബിളായിട്ടുള്ള സോഴ്സസും അത് ശരിവെക്കുന്നു, ഈ ഒരു ഡീലിൽ നടക്കാൻ തന്നെയാണ് സാധ്യത എന്ന നിലയിൽ വരെ എത്തി നിൽക്കുന്നു. ഇവിടെയാണ് ജഡേജ പോകുമോ എന്ന് പറയുന്നൊരു ചോദ്യം. ഇപ്പം ആരാധകർക്കൊക്കെ അടക്കം ഈ ഒരു കാര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ജഡേജ നമുക്കറിയാം CSK സംബന്ധിച്ചിടത്തോളം ഒരു ലെജൻഡറി പ്ലെയർ തന്നെയാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് രാജസ്ഥാൻ റോയൽസിൽ നിന്നാണ്. ആദ്യ വർഷം കിരീടമൊക്കെ നേടി, ശരിയാണ്. പിന്നീട് കൊച്ചി ടസ്കേഴ്സിലൊക്കെ കളിച്ചതിന് ശേഷം CSKയിലെത്തി എത്ര കിരീടങ്ങളിൽ ജഡേജ ഒപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരൊരു കിരീടം നേടി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, ലാസ്റ്റ് ഓവറിൽ ആ ഒരു ഫിനിഷ് ചെയ്തിട്ടുള്ള ആ ഒരു ഇന്നിങ്സ്. അതൊക്കെ ഒരിക്കലും ഒരു CSK ആരാധകർക്കും ക്രിക്കറ്റ് ആരാധകർക്കും ഒന്നും മറക്കാൻ കഴിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള ഒരു താരത്തെ വിട്ട് കളയുക എന്ന് പറയുന്നത് അത് ഭയങ്കര ടഫായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ധോണി അടക്കം ഇടപെട്ടിട്ട് ഇപ്പം ജഡേജയ്ക്കായിട്ട് സംസാരിച്ചു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു സ്വാപ്പ് എന്ന പരിപാടിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അതായത് സാം കറൺ ജഡേജയെ നൽകിയിട്ട് സഞ്ജു സാംസനെ വാങ്ങാമെന്ന് പറയുന്ന തരത്തിലേക്ക് പോകുന്നതെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരാധകർക്ക് തന്നെ ഈ ഒരു കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണുള്ളത്. പിന്നെ മുൻ താരങ്ങൾ സുരേഷ് റെയ്നയൊക്കെ അടക്കം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, രവീന്ദ്ര ജഡേജ ഒരിക്കലും വിട്ട് കളയേണ്ടാത്ത ഒരു താരമാണ്, CSKയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു താരമാണ് എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും ജഡേജയെ വിട്ട് കളയാമെന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയത്? ഒരു പക്ഷേ ഏജ് ഒരു ഫാക്ടർ ആയേക്കാം. അടുത്ത IPL ആകുമ്പോഴത്തേക്കും 37 വയസ്സാകും. അദ്ദേഹം നിലവിലിപ്പം ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രമാണ് ആക്റ്റീവായിട്ടുള്ളത്. T20യിൽ നിന്ന് നിർത്തിക്കഴിഞ്ഞു, ODI ടീമിൽ ഇടം പിടിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു ഡിപ്പ് സംഭവിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ബോളിംഗ് നോക്കുമ്പോൾ ലാസ്റ്റ് സീസണിൽ അത്ര മികച്ച ഒരു തരത്തിലൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ. ലാസ്റ്റ് 2 സീസൺ നോക്കുകയാണെങ്കിലും ബോളിംഗ് പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത്, ബാറ്റിങ്ങിൽ ഒരു സ്ലൈറ്റ്ലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് സീസണിൽ 301 റൺസ് എടുത്തു. അദ്ദേഹം ഒരു മിഡിൽ ഓർഡർ ഇറങ്ങുന്നൊരു ബാറ്റർ എന്ന നിലയിൽ നോക്കുമ്പോഴത്തേക്കും അത് അത്യാവശ്യം ഒരു നല്ല റൺസ് തന്നെയാണ്. പക്ഷേ ഒരു സ്ട്രൈക്ക് റേറ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും അത്ര മികച്ചതല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത്. 135 ആണ്. അതൊരു ഫിനിഷർ റോൾ വരുമ്പോഴത്തേക്കും ആ സ്ട്രൈക്ക് റേറ്റ് എത്രത്തോളം മികച്ചതാണ് എന്ന് പറയുന്നൊരു ചോദ്യചിഹ്നമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് ഒരു വലിയ ഇന്നിങ്സ്, ഇപ്പം 77 റൺസൊക്കെ നേടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്നിങ്സ്
ലാസ്റ്റ് സീസണിലൊക്കെ ബാറ്റിംഗ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാണ് ഒരു പ്രശ്നം, സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. കാരണം പ്രൈം ധോണിയോ പ്രൈം ജഡേജോ ആയിരുന്ന ആ ഒരു ലോവർ മിഡിൽ ഓർഡറിൽ ഉണ്ടായിരുന്നെങ്കിൽ ഫൈൻ. പക്ഷേ ഇപ്പം ധോണിയുടെ സിറ്റുവേഷൻ നമുക്കറിയാം, ജഡേ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് തന്നെ മാറും അവരുടെ ആ ഒരു ഫിനിഷിങ് സംഭവത്തിലേക്ക് വരുമ്പോഴത്തേക്കും. പിന്നെ CSK തന്നെ ഇപ്പം കുറച്ചും കൂടി ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു രീതിയിലേക്ക് കഴിഞ്ഞ സീസണിൻ്റെ ഒരു മിഡ് എത്തുന്ന സമയത്തേക്ക് പല പ്ലേയേഴ്സിനെയും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സാഹചര്യം കണ്ടു. അപ്പം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പം ജഡേജ ഇനി എത്ര സീസൺ എന്ന് പറയുന്നൊരു ചോദ്യചിഹ്നം ഉണ്ടല്ലോ. ഇനി ഈ ഒരു സഞ്ജുവിൻ്റെ മൂവ് നമുക്ക് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം വിലപ്പെട്ടതാണ്, അല്ലെ അവർ ഏതെങ്കിലും നഷ്ടമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പം RRനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമാണ്. കാരണം സഞ്ജുവിനെ പോലെ അത്രയും ഫാൻ ബേസ് ഉള്ളൊരു പ്ലെയറാണ്, അത്രയും മികച്ചൊരു പ്ലെയറാണ്, ഒരു ക്യാപ്റ്റനാണ്, വിക്കറ്റ് കീപ്പറാണ്, അങ്ങനെയൊക്കെയുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം സഞ്ജുവിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. പക്ഷേ അവർക്കിപ്പോൾ ഓപ്പണിങ്ങിൽ ഇപ്പം ജയ്സ്വാളുണ്ട്, വൈഭവ് ഉണ്ട്, അതുപോലെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അവർ പരാഗിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്, അതുപോലെ വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ജൂറലിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. അങ്ങനത്തെ ഒരു ഫാക്ടേഴ്സൊക്കെ അവിടെ നിലനിൽക്കുന്നു എന്ന് പറയുന്നതും ഒരു കാര്യമാണ്. ഇനിയിപ്പം CSK സംബന്ധിച്ചും അതുപോലെ സഞ്ജുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല തീരുമാനമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലി ഒരു അഭിപ്രായം. കാരണം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെന്നൈയിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള വാല്യൂ തന്നെ കൂടാനുള്ള സാധ്യതയാണ്. കാരണം അത്രയും ഫാൻ ബേസ് ഉള്ളൊരു ടീമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് തമിഴ്നാട്ടിലൊരു വമ്പൻ ഫാൻ ബേസൊക്കെ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന് കണക്റ്റ് ആകാൻ ഈസി, ആ ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. അതായത് ആരാധകരുമായിട്ട് കണക്റ്റ് ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു പക്ഷേ ഒരു ഇളയതല ലൈനിലൊക്കെ വരാനൊക്കെയുള്ള ചാൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആണ് എന്നുള്ളതാണ്. പിന്നെ ധോണി പോകുമ്പോഴത്തേക്കും അവിടെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന് പറയുന്നൊരു ആൾ വരികയാണല്ലോ. അപ്പം ധോണി ചിലപ്പം അടുത്ത സീസണും കൂടെ ഒക്കെ കാണാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അതിനുശേഷം ആ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ക്യാപ്റ്റൻ ഇങ്ങനത്തെ റോൾസിലൊക്കെ പറ്റുന്ന ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അദ്ദേഹം വരുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് CSKയുടെ ഒരു ടോപ്പ് ഓർഡർ സെറ്റാകും എന്നുള്ളതാണ്. ഇപ്പം ടോപ്പ് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം സഞ്ജു, ആയുഷ്, ഋതുരാജ് ഗെയ്ക്വാദ് ഉണ്ട്, ദൂബെ ഉണ്ട്, ബ്രേവിസ് ഉണ്ട്, പിന്നെ 6th പൊസിഷനിൽ ജഡേജയ്ക്ക് പകരമൊക്കെ ഒരു താരത്തെ വേണം. അപ്പോൾ മാക്സ്വെലിന് വേണ്ടി കുറേ നാളുകളായിട്ടുള്ള റൂമറാണ്, അത് ട്രൈ ചെയ്യുന്നുണ്ട്. കിട്ടുകയാണെങ്കിൽ അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. പിന്നീട് ധോണിയുണ്ട്, പിന്നെ അശ്വിന് പകരക്കാരനായിട്ടുള്ള പ്ലെയർ വേണം. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർക്ക് മൂവ് ചെയ്താൽ മതി. അതിപ്പം മിനി ഓപ്ഷനിൽ എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യുന്നു എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മിനി ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മെഗാ ഓപ്ഷൻ പോലത്തെ വലിയ ഓപ്ഷൻസ് ഉണ്ടാവില്ല, ഓപ്ഷൻസ് കുറവായിരിക്കും. അവിടെ നിന്ന് വേണം ഇങ്ങനത്തെ പരിമിതികളെ CSKക്ക് മറികടക്കാൻ എന്ന് പറയുന്നൊരു ഫാക്ടറും കൂടിയുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഇങ്ങനത്തെ ഒരു മൂവിനെ പറ്റിയിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് എഴുതുക. എന്താണെങ്കിലും ശക്തമായിട്ടുള്ള ആ ഒരു നിലയിൽ തന്നെ ഇപ്പോൾ എത്തി നിൽക്കുകയാണല്ലോ. അപ്പം ഒരു കൺവേർഷൻ സനിയ.